അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഹൃദയത്തെ ബാധിക്കുന്ന രോഗങ്ങൾ: അഹങ്കാരം, അസൂയ, ലോകമാന്യം, പൊങ്ങച്ചം എന്നിവയാണ് ഹൃദയത്തെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. ഈ രോഗങ്ങൾ ചികിത്സിക്കാൻ വളരെയധികം പ്രയാസവുമാണ്. ഈ രോഗങ്ങളുടെ പ്രധാന ഇരകൾ പലപ്പോഴും അറിവില്ലാത്തവരേക്കാൾ അറിവുള്ളവരാണ്. തൻ്റെ അറിവ് മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടമാക്കാനും ജനങ്ങൾക്കിടയിൽ മതിപ്പുണ്ടാക്കാനും അവർ ശ്രമിക്കുന്നു. അറിവില്ലാത്തവർക്ക് ഇത്തരം സ്വഭാവങ്ങൾ താരതമ്യേന കുറവാണ്. അല്ലാഹുവിൻ്റെ തൃപ്തിക്കല്ലാതെ അറിവ് പഠിച്ച് ആ അറിവ് ദുനിയാവിന് വേണ്ടി ചെലവഴിക്കുന്നവർക്കാണ് ഈ അസുഖങ്ങളെല്ലാം പിടിപെടുക. ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ ശ്രമിക്കേണ്ടതാണ്. ഹൃദയത്തെ പരലോകത്തിന് വേണ്ടി മാറ്റിവെക്കുക. മേൽപ്പറഞ്ഞ ദുസ്വഭാവങ്ങളെല്ലാം ഉണ്ടാകാനുള്ള കാരണം ദുനിയാവിനോടുള്ള അമിതമായ സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ദുനിയാവിനോടുള്ള സ്നേഹം എല്ലാ പാപങ്ങളുടെയും മുരടാണ് എന്നാണ്. ദുനിയാവ് ആഖിറത്തിലേക്കുള്ള കൃഷിയിടമാണ്. അത് ആവശ്യത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക. ദുനിയാവിലെ സുഖങ്ങൾ ശാശ്വതമല്ലെന്ന് മനസ്സിലാക്കുക. രോഗമുണ്ടായാൽ ചികിത്സിക്കൽ അനിവാര്യം ആണല്ലോ. മഹത്തുക്കൾ മനസ്സ് ശുദ്ധീകരിക്കാൻ പ്രധാനമായും 5 വഴികളാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഒന്നാമത്തത് ഖുർആൻ പാരായണമാണ്. മഹാന്മാർ പറഞ്ഞ ആദ്യത്തെ ഔഷധം ഖുർആൻ ഓതലാണല്ലോ. ഖുർആൻ ഓതലോടുകൂടി മനസ്സിന് പരിവർത്തനം ലഭിക്കും എന്നതിന് സംശയമില്ല. ഒരുപാട് ചരിത്രങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു പരിവർത്തനം ഉണ്ടാകാനുള്ള കാരണം ഖുർആനാണല്ലോ. അപ്പോൾ നമുക്കും അല്പം ഖുർആൻ ഓതി നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കാം. അനസ് റളിയല്ലാഹു അൻഹു തങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാം, ഒരു ദിനം 50 ആയത്ത് ഒരാൾ ഓതുകയാണെങ്കിൽ അവന് അശ്രദ്ധരിൽ എഴുതപ്പെടുകയില്ല. 100 ആയത്ത് ഓതുകയാണെങ്കിൽ ഖാനിത്തീൻ എന്ന വിഭാഗത്തിൽ അവന് രേഖപ്പെടുത്തപ്പെടും. രണ്ടാമതായി വയറു കാലിയാക്കലാണ്. വയറു നിറച്ചവനെ പിശാച് ശല്യപ്പെടുത്തുമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല അത് കാരണത്താൽ ശരീരം അവൻ വഴിപ്പെടുകയും ചെയ്യും. വയറു നിറച്ചാൽ ഉണ്ടാകുന്ന അപകടങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഹൃദയത്തിൽ നിന്നും അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ഭയം നീങ്ങും. ഹൃദയത്തിൽ നിന്നും ജനങ്ങളോടുള്ള അലിവ് നഷ്ടപ്പെട്ടു പോകും. അഥവാ വിശക്കുന്നവൻ്റെ പ്രയാസമോ കഠിനമോ അവൻ അറിയുകയില്ല. ആരാധന നിർവഹിക്കാൻ പ്രയാസം നേരിടും. അവൻ എത്ര നല്ല ഉപദേശം ജനങ്ങൾക്ക് കൊടുത്താലും ജനങ്ങളുടെ ഹൃദയത്തിൽ അതിൻ്റെ സ്ഥാനം ഉണ്ടാവില്ല. മൂന്നാമതായി രാത്രിയുള്ള നിസ്കാരം, തഹജ്ജുദ്. മനസ്സിനെ ശുദ്ധീകരിക്കേണ്ട മൂന്നാമത്തെ ഔഷധം രാത്രി നിന്ന് നിസ്കരിക്കലാണ്. ഇമാം നൈസാബൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, തഹജ്ജുദ് നിസ്കരിക്കുന്നവനെ അവൻ്റെ കൂട്ടുകുടുംബത്തിൽ നിന്ന് ശഫാഅത്ത് ചെയ്യാൻ അവസരം ലഭിക്കും. ഇമാം ഷർവാനി റളിയല്ലാഹു അൻഹു പറയുന്നു, മറ്റു വിഭാഗത്തിൽ ലോകമാന്യം കടന്നുകൂടാൻ സാധ്യതയുണ്ട് മറ്റു വിഭാഗത്തിൽ. എന്നാൽ അർദ്ധരാത്രിയിൽ നിർവഹിക്കുന്ന നിസ്കാരത്തിൽ അതിന് സാധ്യതയില്ല. അതിനാൽ അതിൽ ഇഖ്ലാസ് നിലനിൽക്കുന്ന. നാലാമതായി അത്താഴ സമയത്തെ പ്രാർത്ഥന. അത്താഴ സമയത്ത് റബ്ബിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കലാണ് മറ്റൊരു ഔഷധം. ആ സമയത്ത് പ്രാർത്ഥിച്ചാൽ ഉത്തരം ലഭിക്കുമെന്ന് മഹാന്മാർ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമ്മളിൽ പലരും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷേ ഉത്തരം കിട്ടാറില്ല. കാരണം പ്രാർത്ഥനയുടെ മര്യാദകൾ, നിബന്ധനകൾ നമ്മൾ പാലിക്കാത്തത് കൊണ്ടായിരിക്കാം. പ്രാർത്ഥന പ്രതിഫലം കിട്ടുന്ന ഒരു പ്രവർത്തനം തന്നെയാണ് എന്നത് ഹദീസിൽ നിന്ന് വ്യക്തമാണ്. അഞ്ചാമതായി സജ്ജനങ്ങളുമായുള്ളൊരു സഹവാസം. സജ്ജനങ്ങളോട് കൂടെ ഇരിക്കലാണ് മനസ്സിനെ പരിവർത്തനം ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഏറ്റവും നല്ലൊരു ഔഷധം. കാട്ടാളന്മാരായിരുന്ന അറബികൾ അവരിലേക്ക് വന്ന ലോകത്തിൻ്റെ നേതാവ് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി സഹവസിച്ചപ്പോൾ അവർക്കുണ്ടായ മാറ്റങ്ങൾ നമുക്കെല്ലാവർക്കും അറിഞ്ഞവരാണ്. ജീവനുള്ള പിഞ്ചുമക്കളെ കുഴിച്ചു മൂടിയവർ പിന്നീട് അത് ഓർത്ത് പൊട്ടിക്കരഞ്ഞവരായി മാറിയത്.
അവർ ഈ മനുഷ്യനുമായുള്ള സഹവാസം കൊണ്ട് മാത്രമാണ്. നിങ്ങൾ തഖ്വ ഉള്ളവരാവുകയും സത്യവിശ്വാസികളുടെ കൂടെ കൂടുകയും ചെയ്യാൻ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. മേൽ പറഞ്ഞവരെല്ലാം ജീവിതത്തിൽ പകർത്താനും ഹൃദയം ശുദ്ധീകരിക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.